ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് സസ്യേതര ഭക്ഷണത്തിന് നിരോധനം ഏർപ്പെടുത്തി. ക്ഷേത്ര ഭരണസമിതി യോഗത്തിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരവിറക്കിയത്. ക്ഷേത്ര ഓഫീസിൽ മാംസം വിളമ്പിയ വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. ജനം ഇമ്പാക്ട് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ക്ഷേത്ര പരിസരത്ത് ഈ മാംസഭക്ഷണം വിളമ്പിക്കൂടാ എന്നുള്ള അതൊരു ആചാരമല്ല, ഒരു മര്യാദയുടെ ഭാഗമായിട്ടാണ്. അത് ബന്ധപ്പെട്ടവർ തന്നെ ലംഘിച്ച വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇതിപ്പോൾ ഇത് നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവായി തന്നെ പുറത്തിറങ്ങിയ സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ അവിടുത്തെ ഒരു ജീവനക്കാരന്റെ മകന് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി നടക്കവെയാണ് ഇങ്ങനെ മാംസാഹാരം ചിക്കൻ ബിരിയാണി വിളമ്പുന്ന ഒരു സാഹചര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായത്. അത് പിന്നീട് വലിയ വിവാദമായി. കർമ്മചാരി സംഘം, അനന്തപുരം ഹിന്ദുധർമ്മ പരിഷത്തും ഒക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. പിന്നാലെയാണ് ഈ ക്ഷേത്ര ഭരണസമിതി യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് സസ്യേതരമായിട്ടുള്ള ഭക്ഷണം അത് വിതരണം ചെയ്യരുത് എന്നുള്ളത് ഉറച്ച ഒരു നിർദ്ദേശമാണ് ഈ യോഗത്തിലുണ്ടായത്. അത് പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉത്തരവായി പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ വേണ്ട നിയന്ത്രണങ്ങൾ ജീവനക്കാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ഷേത്ര ഓഫീസിന് സമീപത്തെ ഡൈനിങ് റൂം അത് ഉപയോഗിക്കുന്നതിൽ സമയ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് മാത്രമാണ് അതിന് ഉപയോഗിക്കാൻ കഴിയുക. അതോടൊപ്പം തന്നെ ഡൈനിങ് റൂം ഡ്യൂട്ടി ഇല്ലാത്തവർ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ക്ഷേത്ര ഓഫീസിലും കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രവൃത്തി ദിനങ്ങളിൽ 5:30-ക്ക് ശേഷം ക്ഷേത്രം ഓഫീസ് അടച്ചിടണമെന്നുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തി അതിനുശേഷം അവിടെ ആരെങ്കിലും ഓഫീസിൽ ജീവനക്കാർ തുടരണമെങ്കിൽ അത് കൃത്യമായി മുൻകൂർ അനുമതി വാങ്ങിച്ചിരിക്കണം. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ ഓഫീസ് തുറക്കുന്നതിനും ഓഫീസുകളിൽ അനാവശ്യമായി ജീവനക്കാർ വരുന്നതിനുമെല്ലാം ഇപ്പോൾ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരവുകളിൽ അല്ലെങ്കിൽ ഈ ഒരു നടപടിയിൽ മാത്രം വിശ്വാസികളോ അല്ലെങ്കിൽ സംഘടനകളോ തൃപ്തരല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അനന്തപുരം ഹിന്ദുധർമ്മ പരിഷത്തും കർമ്മചാരി സംഘമൊക്കെ ആവശ്യപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കെതിരെയുള്ള നടപടിയാണ്. ഇത്തരമൊരു പ്രവൃത്തി അവിടെ ഉണ്ടാകാൻ അനുമതി നൽകിയത് എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്ന നിലപാടിലാണ് അവർ നിൽക്കുന്നത്. ആ എക്സിക്യൂട്ടീവ് ഓഫീസറെ സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരുടെ മേൽ കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. എന്തായാലും സമരവുമായി തുടരുമെന്ന് തന്നെയാണ് ഈ സംഘടനകൾ ഇപ്പോൾ നൽകുന്ന അറിയിപ്പ്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.